എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈശ്വര വിശ്വാസികൾക്കും നമസ്കാരം. നാളെ ജനുവരി 12 തിങ്കളാഴ്ച. തിങ്കൾ എന്ന് പറയുന്നത് തന്നെ മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ്റെയും നമ്മുടെയൊക്കെ ദേവനായ സാക്ഷാൽ ഭഗവാൻ പരമശിവൻ്റെയും ദിവസമാണ്. ഒരാഴ്ച തുടങ്ങുമ്പോൾ തന്നെ ശുഭകരമായ വാർത്തകൾ കേൾക്കുക എന്നതാണ് നമ്മൾ ഏവരുടെയും ആഗ്രഹം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഗ്രഹനിലയനുസരിച്ച് നാളത്തെ ദിവസം, അതായത് നാളെ തിങ്കളാഴ്ച ദിവസം, ചില നക്ഷത്രക്കാർക്ക് വൻ രാജയോഗമാണ് കാത്തിരിക്കുന്നത്. തൊട്ടതെല്ലാം പൊന്നാകുന്ന, വിചാരിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്ന 9 നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്കിന്ന് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ട് പൂർത്തിയാക്കുക. കാരണം ചിലപ്പോൾ ആ ഭാഗ്യവാന്മാരിൽ ഒരാൾ നിങ്ങളാകാം, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആരും ആകാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട, അതിലുപരി സന്തോഷകരമായ ഒരു കാര്യം പറയാനുണ്ട്. നാളെ തിങ്കളാഴ്ചയാണ്. എൻ്റെ ഉപാസനാമൂർത്തിയായ നമ്മുടെ കുടുംബക്ഷേത്ര കാവിലെ ഭഗവതിക്ക് നാളെ വളരെയധികം വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പോൾ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായി ഞാൻ എന്നും കാവിലേക്ക് പോകാറുണ്ട്. അതൊരു പതിവ് കാര്യം തന്നെയാണ്. നിങ്ങൾക്കിതൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ എന്നറിയില്ല. കാവിലൊരു വലിയൊരു അന്തരീക്ഷം, അതായത് മറ്റുള്ള എങ്ങും നിന്നും ലഭിക്കുന്നതിലേറെ ചൈതന്യം നിറഞ്ഞ ഒരു അന്തരീക്ഷമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ കഴിയുമെങ്കിൽ. വലിയ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ, സൂര്യപ്രകാശം പോലും വളരെ കഷ്ടപ്പെട്ട് അരിച്ചിറങ്ങുന്ന ആ ഒരു മണ്ണിൽ ഞാൻ ചിരാതുകൾ തെളിയിച്ചു വെക്കാറുണ്ട്. അങ്ങനെ ആ ഒരു ചിരാതുകൾ തെളിയിച്ചു വെക്കുന്ന സമയത്ത് എനിക്ക് ലഭിക്കുന്നതായ ഒരു സമാധാനം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. അവിടെ ദേവി വനദുർഗാ ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. നാളെ അവിടെ നിത്യപൂജയോടൊപ്പം തന്നെ ശത്രുദോഷം മാറാനും കുടുംബത്തിൽ ഐശ്വര്യം വരാനും വേണ്ടി പ്രത്യേകമായ ഒരു പുഷ്പാഞ്ജലിയും പ്രാർത്ഥനയും ഞാൻ ചെയ്യുന്നുണ്ട്. മന്ത്രങ്ങളൊക്കെ ചൊല്ലി തെച്ചിപ്പൂവ് കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ ഈ ചാനൽ കാണുന്ന ഈ വിശ്വാസികളെക്കുറിച്ചും ഈ ചാനൽ വിശ്വസിക്കുന്ന ആളുകളെക്കുറിച്ചും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് ചിന്തകൾ ഓടിയെത്താറുണ്ട്. അപ്പോൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ വീഡിയോയിലൂടെ നമ്മൾ വലിയൊരു കുടുംബമായി തന്നെ മാറിക്കഴിഞ്ഞു, ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നാളെ കാവൽ പൂജ ചെയ്യുമ്പോൾ സങ്കടങ്ങൾ അനുഭവിക്കുന്നവർക്കും തടസ്സങ്ങൾ നേരിടുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയാൻ പോകുന്നത്. അതായത് നാളെ ഞാൻ ദേവിക്ക് മുന്നിൽ അർച്ചന ചെയ്യുന്ന വേളയിൽ നിങ്ങളുടെ പേരും നാളും കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മടിക്കാതെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഒന്ന് രേഖപ്പെടുത്തുക. അതായത് എൻ്റെ പേര് ഇന്നതാണ്, നക്ഷത്രം ഇന്നതാണ്, പ്രാർത്ഥിക്കണേ എന്ന് മാത്രം കുറിച്ചാൽ മതിയാകും. അതിനപ്പുറം വേറെ കാര്യങ്ങളൊന്നുമില്ല. നാളെ രാവിലെ തന്നെ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന സമയത്ത് ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി മനമൊരുക്കി പ്രാർത്ഥിക്കുന്നതാണ്. ദേവി ഏവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ശരി, നമുക്കിനി നക്ഷത്ര ഫലങ്ങളിലേക്ക് കടക്കാം. നാളത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ചില അനുകൂല ഭാവങ്ങളിലൂടെയാണ്. ഇത് സാമ്പത്തികമായ തടസ്സങ്ങൾ നീങ്ങാനും മനസ്സമാധാനം ലഭിക്കുന്നതിനുമുള്ള വഴിയൊരുക്കുന്നുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ എത്ര കഠിനമായി അധ്വാനിച്ചാലും ഫലം കിട്ടാത്ത ഒരവസ്ഥ വരാറുണ്ട്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്നാൽ നാളത്തെ ദിവസം അങ്ങനെയല്ല. ദൈവാനുഗ്രഹം കൂടി ഒപ്പമുള്ള ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് 9 നക്ഷത്രക്കാർക്ക് നാളെ ധനയോഗമുണ്ടാകും, കാര്യവിജയം എന്നിവയാണ് ജ്യോതിഷപ്രകാരം എനിക്ക് കാണുവാനായി സാധിച്ചത്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ എന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ നക്ഷത്രമായി പറയാനുള്ളത് അശ്വതിയാണ്. നാളെ അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരമൊക്കെ ലഭിക്കുന്നതാണ്. കുറേ നാളുകളായി മുടങ്ങിക്കിടന്ന പണം, കടം കൊടുത്തതാകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ ചില സാമ്പത്തിക സഹായങ്ങൾ, ഇതൊക്കെ കയ്യിലേക്ക് വന്നു ചേരാനുള്ള ഒരു യോഗമൊക്കെ നാളത്തെ ദിവസം കാണുന്നുണ്ട്. കാവിലെ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ ദിവസം അങ്ങോട്ട് തുടങ്ങുക. നിങ്ങൾ ഏത് മൂർത്തിയാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പരദേവതയെ തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് പ്രധാന കാര്യങ്ങൾക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക. നാളത്തെ ദിവസം വളരെയധികം അനുകൂലമാണ്. ഇനി അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുമ്പോൾ മനസ്സിന് വലിയൊരു സന്തോഷം തരുന്നതായ വാർത്ത നിങ്ങളെ നാളത്തെ ദിവസം തേടിയെത്തും. അത് മക്കളുമായി ബന്ധപ്പെട്ടതാകാം, അതല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അധികം കേൾക്കുവാൻ ആഗ്രഹിച്ച വാർത്തയാകാം. കുടുംബത്തിലുണ്ടായിരുന്ന ചെറിയതായ എല്ലാവിധ അസ്വാരസ്യങ്ങളും മാറി കുടുംബ ബന്ധങ്ങളിൽ ഐക്യമുണ്ടാകുന്നതാണ്.
ഒരു വാഹനം വാങ്ങുന്ന സ്വപ്നം ഒരുപാട് നാളായി മനസ്സിലുണ്ട്. അപ്പോൾ വാഹനം വാങ്ങാനോ ഒരു വീട് പണിയാനോ, വീട് പണിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീട് മൂടി പിടിപ്പിക്കുന്ന ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും നാളെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അടുത്ത നക്ഷത്രം പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായി വളരെ നല്ല ഒരു ദിവസമായിട്ടാണ് നാളെ കാണുന്നത്. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ലാഭം വന്നു ചേരും. യാത്രകൾ നാളത്തെ ദിവസം ചെയ്യുന്നത് ഏത് യാത്രയായാലും അത് ഗുണകരമായി ഫലം നൽകും. വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും ആ ഇൻ്റർവ്യൂ കൊണ്ട് വളരെയധികം ഗുണമുണ്ടാകുന്നതാണ്. അടുത്തത് ഉത്രമാണ് നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് നാളെ ഭാഗ്യദേവത ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടുതലായി ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല തീരുമാനം എന്ന് വെച്ചാൽ കേസ്, വഴക്ക്, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും ഗവൺമെൻറ് അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതും നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധി ഉണ്ടാകും. അതല്ലെങ്കിൽ ചില ലോണ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി സർക്കാർ സംബന്ധമായ ഏത് വിധ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ് മാറുന്നതാണ്. മക്കളുടെ കാര്യങ്ങളിൽ സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ നാളത്തെ ദിവസം തേടിയെത്തും. ഇനി അടുത്ത നക്ഷത്രമായി പറയാനുള്ളത് ചിത്തിരയാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ശത്രുക്കളുടെ മേൽ വിജയം കാണാനായി നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് നാളുകളായി ശത്രുശല്യത്താൽ വലയുന്ന നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനമുണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. പഴയ ചില സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അതുവഴി ചില സഹായങ്ങളും ചില വാഗ്ദാനങ്ങളും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാനുമുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇനി അടുത്തത് അനിഴമാണ്. അനിഴ നക്ഷത്രക്കാർക്ക് നാളെ രോഗാതി ദുരിതങ്ങളിൽ നിന്നുള്ള മോചനം കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അനുഭവിച്ച രോഗങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്നുണ്ട്. ദീർഘകാലമായി അലട്ടിയിരുന്ന പ്രശ്നങ്ങൾ, ശാരീരികവും മാനസികവുമായ സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം നാളെ തെളിയുന്നതാണ്. വൈകുന്നേരം തീർച്ചയായും ഏത് ദേവനെയായാലും ഏത് ദേവിയായാലും ഒരു ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തിയാൽ വളരെ ഉത്തമമായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയാൻ തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് നാളെ കയ്യിലേക്ക് ധനം കൂടുതലായി വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. അതുവഴി കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാനായി വഴിതെളിയും. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള ചില പ്രശംസ, അംഗീകാരങ്ങൾ ഇതൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ഇനി അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയം നക്ഷത്രക്കാർക്ക് നാളെ വിദേശവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില അനുമതി പത്രങ്ങൾ ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം, യോഗം കാണുന്നുണ്ട്. ഇനി കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാൻ മുൻപുള്ള സമയങ്ങളിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള അംഗീകാരമായാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള അംഗീകാരങ്ങളായാലും നിങ്ങളെ തേടിയെത്താനുള്ള യോഗം കാണുന്നുണ്ട്. മനസ്സ് ശാന്തമായിട്ട് പോസിറ്റീവായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അവസാനമായി ഉത്രട്ടാതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. നാളെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ദൈവികമായ അനുഗ്രഹം ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന ദിവസമായിരിക്കും. വിചാരിച്ച കാര്യങ്ങൾ എന്തായാലും അത് 100% നടപ്പിലാകുന്ന സാധ്യതയാണ് കൂടുതലായി കാണുന്നത്. മുടങ്ങിക്കിടന്ന വിവാഹ ആലോചനകളുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ കൂടുതൽ സജീവമായി മാറാനുള്ള സാധ്യതയും നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്കും നാളെ സുവർണ അവസരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്നാൽ ഇതിൽ പെടാത്ത നക്ഷത്രക്കാരെ കുറിച്ചോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നും കാണുന്നില്ല. ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ഏത് ഗ്രഹദോഷത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ രാവിലെ കാവൽ പൂജ നടക്കുമ്പോൾ ആ പുണ്യ നിമിഷത്തിൽ നിങ്ങളുടെ പേര് സങ്കല്പിക്കാനായി കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അതെനിക്ക് തരുന്ന ഒരു ദക്ഷിണയായി തന്നെയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ ഐശ്വര്യം, എല്ലാവിധ സമൃദ്ധിയും സന്തോഷവും ഉണ്ടാകട്ടെ എന്നും രോഗാതി ദുരിതങ്ങളൊക്കെ മാറി എന്നും ഐശ്വര്യവും നേട്ടവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കാവിലമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.